ബൈജൂസിന്റെ ഫൗണ്ടർ ഇപ്പോൾ സിംഗപ്പൂർ ജയിലിലാണ്, അറിയാലോ. അപ്പം ഈ ഫിഫ വേൾഡ് കപ്പ് 2022 പുള്ളി സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ടായി. അപ്പം പുള്ളിക്ക് അറൗണ്ട് ഒരു 300 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഫിഫ സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ടായത്. അപ്പോ ആ ഒരു ടൈമിനാണ് ഇവരുടെ ഈ കമ്പനി അത് കഴിഞ്ഞിട്ടാണ് കൊളാപ്സ് ആകുന്നത്, അത് കഴിഞ്ഞിട്ടാണ് മൊത്തത്തിൽ ഡൗൺ ആകുന്നത്. അതിൽ നിന്ന് ROI തിരിച്ചു കിട്ടിയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതിലുള്ളൊരു കാര്യം എന്താ വെച്ചാല് ഓവർനൈറ്റ് ആയിട്ട് അവര് അത്രയും റാപ്പിഡ് ആയിട്ടാണ് അവര് വളർന്നുകൊണ്ടിരുന്നത്. കാരണം എന്താ വെച്ചാല് ഫിഫ വേൾഡ് കപ്പിൽ ഒരു പിന്നെ സ്പോൺസർഷിപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ 100 കൺട്രീസിലോട്ടാണ് ആ ഒരു പേര് എത്തുന്നത്, ആ ഒരു ബ്രാൻഡ് എത്തുന്നത്. അപ്പം അതിൽ അത്രയും കൺട്രീസിലും അറൗണ്ട് ഒരു ഫിഫ കാണുന്നത് അറൗണ്ട് ഒരു 500 ക്രോർ പീപ്പിൾസ് ആണ്, ആൾക്കാരാണ് കാണുന്നത് ഈ ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു തരത്തിൽ അവർ കണ്ടു കാണും. അപ്പോൾ ആ ബ്രാൻഡ് രജിസ്റ്റർ ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ 100 കൺട്രീസിലോട്ട് ഇന്ത്യയിൽ നിന്നിട്ടും എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു വലിയൊരു നീക്കമായിരുന്നു, ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു ഈ പറഞ്ഞ ഫിഫ വേൾഡ് കപ്പിൽ സ്പോൺസർഷിപ്പ് ചെയ്യാന്നുള്ളത്. എന്തുകൊണ്ടോ അവർ മൊത്തത്തിൽ കൊളാപ്സ് ആയി പോയി എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു വലിയ ശക്തിയുടെ ഒരു ഭാഗമായിട്ട് അവര് തകർന്നതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട്. നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്നൊരു പേരായിരുന്നു ബൈജൂസ്. പക്ഷേ എന്തോ അതിൽ കുറേയധികം പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്ന് കാണുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കി കാണാം ഇനി അടുത്ത സ്പോൺസർഷിപ്പ്. അതുകൊണ്ടായിരിക്കാം ഈ പ്രാവശ്യവും ഈ പറഞ്ഞ ഇന്ത്യയിൽ നിന്നിട്ട് സ്പോൺസർഷിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. അടുത്ത വർഷം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന ബൈജൂസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആണ്.